സ്വാർത്ഥ നേട്ടങ്ങൾക്കായി വിശുദ്ധ സ്ഥലങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് നാഗാലാൻഡ് ക്രിസ്ത്യൻ റിവൈവൽ ചർച്ച് കൗൺസിൽ. ഹൈന്ദവ നേതാവായിരുന്ന ശ്യാമപ്രസാദ് മുഖർജിയുടെ 70ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് മെയ് 11 ദേവാലയ പരിസരം വൃത്തിയാക്കാമെന്ന ഭരണകക്ഷിയായ BJPയുടെ വാഗ്ദാനത്തെ നിരസിച്ചുകൊണ്ട് നടത്തിയ പ്രസ്താവനയിലാണ് ക്രിസ്ത്യൻ സമൂഹം ഇക്കാര്യം അറിയിച്ചത്. ഹിന്ദു അനുകൂല പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർ നിരവധി വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഇത്തരം നിർദ്ദേശങ്ങൾ നൽകുമ്പോൾ പാർട്ടി ജാഗ്രത പാലിക്കണമെന്ന് കൗൺസിൽ ആവശ്യപ്പെട്ടു. ക്രൈസ്തവരോടും അവരുടെ ആരാധനാലയങ്ങളോടും ഇപ്പോൾ കാണിക്കുന്ന അടുപ്പം കപടമാണെന്നും അത് യഥാർത്ഥത്തിലുള്ളതാണെങ്കിൽ സമൂഹത്തിന് അടിസ്ഥാനപരമായി വേണ്ട സഹിഷ്ണുത, ബഹുമാനം, മതസ്വാതന്ത്ര്യം എന്നീ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയാണ് ചെയ്യേണ്ടതെന്നും കൗൺസിൽ വ്യക്തമാക്കി. അയൽ സംസ്ഥാനമായ മണിപ്പൂരിൽ ഗോത്രവർഗ ക്രിസ്ത്യാനികൾ ഉൾപ്പെടുന്ന വിഭാഗീയ സംഘർഷം 1 വർഷമായിട്ടും ശാന്തമാക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. 500-ലധികം ആരാധനാലയങ്ങളാണ് അവിടെ അഗ്നിക്കിരയാക്കിയത്. ഇന്ത്യയിലുടനീളമുള്ള പീഡിപ്പിക്കപ്പെടുന്ന ക്രിസ്ത്യാനികളെ സംരക്ഷിക്കുന്നതിന് മുന്നിട്ടിറങ്ങണമെന്നും ക്രിസ്ത്യാനികളോട് കാണിക്കുന്ന സഹിഷ്ണുത ആത്മാർത്ഥമാണെങ്കിൽ തകർക്കപ്പെട്ട പള്ളികൾ സന്ദർശിക്കാൻ തയ്യാറാകണമെന്നും കൗൺസിൽ പ്രസിഡന്റ് റവറൻ എൻ പാഫിയോ ആവശ്യപ്പെട്ടു. നാഗാലാൻഡിലെ ഏറ്റവും വലിയ ക്രൈസ്തവ വിഭാഗമാണ് നാഗാലാൻഡ് ബാപ്റ്റിസ്റ്റ് ചർച്ച് കൗൺസിൽ. സംസ്ഥാനത്തെ 1.97 ദശലക്ഷം ജനങ്ങളിൽ 87.93% ക്രിസ്ത്യാനികളുള്ളത്. വടക്കൻ ഇറ്റാലിയൻ നഗരമായ ട്രീസ്റ്റെ സന്ദർശിക്കാൻ ഒരുങ്ങി ഫ്രാൻസിസ് പാപ്പ. ഇറ്റാലിയൻ കാത്തലിക് സോഷ്യൽ വാരത്തോടനുബന്ധിച്ച് ജൂലൈ 7 പാപ്പ സന്ദർശനം നടത്തുന്നതെന്ന് വത്തിക്കാൻ വൃത്തങ്ങൾ അറിയിച്ചു. കുടിയേറ്റക്കാരുമായും സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായും പാപ്പ കൂടിക്കാഴ്ച നടത്തുമെന്ന് ബിഷപ്പ് എൻഡിക്കോ ട്രവിസി പറഞ്ഞു. സീറോ മലബാർ സഭയുടെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ഓർഡിനറി ട്രൈബ്യൂണലിൻ്റെ പ്രസിഡന്റായും വിശുദ്ധരുടെ നാമകരണ നടപടികൾക്കായുള്ള പോസ്റ്റ്ലേറ്റർ ജനറലായും കല്യാൺ രൂപതാംഗമായ ഫാദർ ഫ്രാൻസിസ് എലവത്തിങ്കൽ നിയമിതനായി. 1995 വൈദികനായ ഫാദർ എലവത്തിങ്കൽ തൃശൂർ അതിരൂപതയിലെ ചൊവ്വൂർ ഇടവാംഗമാണ്. കമ്മിറ്റിയുടെ ചെയർപേഴ്സണായി വടവാതൂർ പൗരസ്ത്യ വിദ്യാപീഠത്തിലെ അധ്യാപകനായ ഫാദർ ജോർജ് തെക്കേക്കരയെയും കമ്മിറ്റി അംഗമായി ഫാദർ ജെയിംസ് തലച്ചല്ലൂരിനെയും നിയമിച്ചു. ചരിത്രത്തിലാദ്യമായി ഇസ്രായേലിലെ സർവകലാശാലയുടെ റക്ടറായി അറബ് ക്രിസ്ത്യൻ വനിത തിരഞ്ഞെടുക്കപ്പെട്ടു. പ്രൊഫസർ മൗന മറൂണാണ് ഹൈഫ സർവകലാശാലയുടെ റക്ടറായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഹൈഫ സർവകലാശാലയിൽ ഇതിനു മുൻപ് മറ്റൊരു അറബ് വംശജരായ ക്രിസ്ത്യാനിയോ സ്ത്രീയോ റക്ടർ സ്ഥാനം വഹിച്ചിട്ടില്ലെന്നതും ശ്രദ്ധേയമാണ്. ഇസ്രായേലിലെ ഏറ്റവും വൈവിധ്യമാർന്നതും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ സർവകലാശാലകളിലൊന്നാണ് ഹൈഫ സർവകലാശാല. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.